ഈ നോൺ വെജ് ആയിട്ടുള്ള ആളുകൾ വെജിറ്റേറിയൻസിനെ അപേക്ഷിച്ച് ചെയ്യുന്നത് ക്രൂരതയാണോ, മറ്റു ജീവികളോട് ചെയ്യുന്നത് ക്രൂരതയാണോ എന്ന് ചോദിച്ചാൽ 100% ഈ പ്രകൃതിയിൽ എല്ലാ ജീവികൾക്കും ജീവിക്കാനുള്ള അവകാശമുണ്ട്. നമ്മൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി മുട്ടയെടുക്കുന്നു, പാല് കുടിക്കുന്നു, അതിനെ കൊന്ന് ഇറച്ചിയായിട്ട് കഴിക്കുന്നു, അതിന് വേദനിപ്പിച്ചാണ് കൊല്ലുന്നത്, ചെയ്യുന്നത് വന്യതയാണ്, അതിലൊരു സംശയം ആർക്കുമില്ല. അപ്പൊ അതുകൊണ്ട് നമ്മളെല്ലാവരും നോൺ വെജ് ഉപേക്ഷിച്ചിട്ട് ഇനി മുതൽ വേഗനായി മാറൂ എന്ന് പലരും പറയാറുണ്ട്. എന്നാൽ എന്റെ അഭിപ്രായത്തിൽ ഒരു നോൺ വെജ് ആയിട്ടുള്ള ഒരാൾ ചെയ്യുന്ന വന്യതയേക്കാൾ കൂടുതലാണ് വേഗനായിട്ടുള്ള ഒരാൾ ചെയ്യുന്ന വന്യത. അറിയാതെ ചെയ്യുന്ന കാര്യമാണ്. എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കൃഷി എന്താണെന്ന് മനസ്സിലാക്കണം. ബേസിക് ആയിട്ട് പ്രകൃതിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രകൃതി വിരുദ്ധ പ്രവർത്തനമാണ് കൃഷി എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് ഇതായിരിക്കും. എന്തുകൊണ്ടാണ് കൃഷി പ്രകൃതി വിരുദ്ധമാണെന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു സ്ഥലത്ത് എല്ലാ ചെടികൾക്കും വളരാനുള്ള സാഹചര്യമുണ്ട്. നമ്മൾ ആ സ്ഥലത്തെ വളഞ്ഞ് വേലി കെട്ടി അതിലുള്ള എല്ലാ ചെടികളെയും നമ്മൾ നശിപ്പിക്കും, മരങ്ങളെയും വെട്ടിക്കളയും. എന്നിട്ട് നമുക്ക് എന്താണോ വേണ്ടത്, നമ്മൾ എന്താണോ കഴിക്കുന്നത്, അതിന് മാത്രം അവിടെ കൃഷി ചെയ്യും. നെല്ല് കൃഷി ചെയ്യും, പച്ചക്കറികൾ കൃഷി ചെയ്യും, പഴവർഗ്ഗങ്ങൾ കൃഷി ചെയ്യും. നമുക്ക് കഴിക്കാൻ വേണ്ട സാധനങ്ങൾ മാത്രം നമ്മൾ അവിടെ ഉൽപ്പാദിപ്പിക്കും. എന്നിട്ട് അത് തിന്നാൻ വരുന്ന ചെറു ജീവികളെ മുതൽ വലിയ ജീവികളെ വരെ നമ്മൾ കൊന്നു തീർക്കും. വിഷം വെച്ച് കൊല്ലും, കെണി വെച്ച് കൊല്ലും. ഇപ്പോ ഈച്ചകള്, പുഴുക്കള്, എലികള്, അത് തിന്നാൻ വരുന്ന മറ്റു ചെറു ജീവികളൊക്കെ ഉണ്ട്. അതിനെ മുഴുവൻ നമ്മൾ കൊന്നിട്ട് നമ്മുടെ സ്വാർത്ഥതയ്ക്ക് നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ മാത്രം സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്നു. നമ്മൾ അത്രത്തോളം സ്വാർത്ഥന്മാരാവുന്നു. ഇതാണ് കൃഷി എന്നതിന്റെ ബേസിക് ആയിട്ടുള്ള ആ ഒരു സംഭവം. അപ്പോൾ വേഗന്മാർ വെക്കുന്ന മറ്റൊരു വാദമായിരിക്കും, ഇങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് കൃഷി ചെയ്തുകൂടെയെന്ന്. ഇങ്ങനെയൊന്നും ചെയ്യാതെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും, നാച്ചുറലി കൃഷി ചെയ്യാൻ പറ്റും. പക്ഷേ ഈ 800 കോടി ജനങ്ങളെയും തീറ്റിപ്പോറ്റാൻ പറ്റില്ല. ഒരു 90%, 99% ആളുകളും ചത്തുപോകും. കാരണം നമുക്ക് തിന്നാനൊന്നും കിട്ടില്ല, ബാക്കിയുള്ള ജീവികളൊക്കെ തിന്നിട്ട് പോയിക്കോളും. സോ കൺക്ലൂഷൻ എന്താന്ന് വെച്ചാൽ, ഒരു നോൺ വെജ് കഴിക്കുന്ന ആൾ ചെയ്യുന്ന ക്രൂരതയേക്കാൾ കൂടുതൽ വലിയ ക്രൂരതയാണ് ഒരു വെജിറ്റേറിയൻ ആയിട്ടുള്ള വേഗനായിട്ടുള്ള ആളുകൾ ചെയ്യുന്നത്. ഇതാരും മറക്കരുത്. ഈ പറയുന്ന പശുവിനും ആടിനും കോഴിക്കും മാത്രമല്ല വേദന എടുക്കുക, ചെറു ജീവികളായിട്ടുള്ള പാറ്റയ്ക്കും പുഴുവിനും എലിക്കും ഇതിനെല്ലാം വേദന എടുക്കുന്നുള്ള കാര്യം നമ്മൾ മറക്കരുത്. പിന്നെ ഒരു കാര്യം, ഇത് പ്രകൃതിയാണ്. പ്രകൃതിയിൽ ഒറ്റ റൂളേ ഉള്ളൂ, സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ്. നമ്മളും മറ്റു ജീവികൾക്ക് ആഹാരമാണ് എന്നുള്ള കാര്യം മറക്കരുത്. കാട്ടിൽ പോയാൽ പുലി പിടിക്കും, പാമ്പ് പിടിക്കും, കടലിൽ ചാടിയ സ്രാവ് പിടിക്കും. സോ നമ്മളും ഈ ആഹാര ചക്രത്തിന്റെ ഭാഗം തന്നെയാണ്. നമ്മളെ പടച്ചുവിട്ട പടച്ചോൺ നമ്മുടെ തലയിൽ സോളാർ പാനലൊന്നും ഫിറ്റ് ചെയ്ത് തന്നിട്ടില്ല. അങ്ങനെ സോളാർ പാനൽ ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് സൂര്യനിൽ നിന്ന് ഡയറക്റ്റ് ഊർജ്ജം എടുത്ത് ജീവിക്കായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ജീവിക്കും അങ്ങനെ പറ്റില്ല. സോ അതുകൊണ്ട് മറ്റൊരു ജീവിയെ കൊന്നു തിന്നിട്ട് തന്നെയാണ് എല്ലാ ജീവികളും ഇവിടെ സർവൈവ് ചെയ്യുന്നത്, സസ്യങ്ങളടക്കം. അല്ല, സസ്യങ്ങൾ ആരെയും ഡയറക്റ്റ് ആയിട്ട് കൊല്ലുന്നില്ല എന്നുള്ളൂ. എല്ലാം ചത്ത് മണ്ണിലേക്ക് പോകുന്നു. മണ്ണിൽ നിന്ന് അവർ ന്യൂട്രീഷനായിട്ട് നമ്മുടെ ശരീരത്തിലുള്ളതെല്ലാം വലിച്ചെടുക്കുന്നു. അതാ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യാം.